റോമാലേഖനം 8:29 പറയുന്ന പോലെ നമ്മുടെ ലക്ഷ്യസ്ഥാനം അത് യേശുവിനെ പോലെ ആകുന്നതാണ്. നാം അല്പനേരം മുമ്പ് കേട്ട പോലെ അത് പാപത്തിന്മേലുള്ള ജയമല്ല. പാപത്തിന്മേലുള്ള ജയം അതിലേക്കുള്ള വഴിയാണ്. റോമർ 6 അത് പറയുന്നു. ക്രമമായിട്ട് സുവിശേഷം പറയുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. 1-ാം അധ്യായത്തിൽ ദൈവഭയമില്ലാത്ത പാപികൾ, 2-ാമത്തെ അധ്യായത്തിൽ മതഭക്തരായ പാപികൾ, 3-ാം അധ്യായം എല്ലാവരും പാപികളാണ്. 3-ാം അധ്യായം മുതൽ യേശുവിൻ്റെ മരണത്തിൽ കൂടെയുള്ള പാപക്ഷമ, വിശ്വാസത്താലുള്ള നീതീകരണം അത് 4-ാം അധ്യായത്തിലാണ് പറയുന്നത്. 5-ാം അധ്യായം പാപത്തിന്മേലുള്ള ജയം അത് ആവശ്യമാണ്. 6-ാം അധ്യായത്തിൽ നിയമവാദത്തിൽ നിന്നുള്ള രക്ഷ. 7-ാം അധ്യായം അത് സാധാരണ സംഭവിക്കാറുണ്ട്. ആളുകൾക്ക് പാപത്തിന്മേൽ ജയം കിട്ടുമ്പോൾ അവർ പരീക്ഷഭക്തിയിലേക്ക് പോകും, മറ്റുള്ളവരെ മോശക്കാരായിട്ട് കാണും. നിയമവാദത്തിൽ നിന്നുള്ള രക്ഷ. അതിനുശേഷം 8-ാം അധ്യായത്തിൽ ആത്മാവിലുള്ള ജീവിതം, അത് ന്യായപ്രമാണം ചെയ്യാൻ കഴിയാഞ്ഞത് പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടി ചെയ്യുന്നതാണ്. പിന്നെ റോമാലേഖനം 8:29 നമ്മുടെ ലക്ഷ്യം നാം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകുന്നത്, അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. റോമാലേഖനം 6:16 അതിൻ്റെ ബാക്കിയാണ്. പാപത്തിന്മേലും പരിശുദ്ധത്തിൽ നിന്നുള്ള ജയം. എന്നാൽ ലക്ഷ്യം യേശുവിനെ പോലെ ആകുന്നതാണ്. അത് ഞാൻ യേശുവിൻ്റെ സ്വഭാവത്തിന് പങ്കാളിയായി തീരുന്നതാണ്. അത് എത്ര മനോഹരമായ കാര്യമാണ്. ആദാമിൻ്റെ സ്വഭാവമായിട്ട് അതിനൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ വീണ്ടും ജനിക്കാത്ത ആ നാളുകളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അന്ന് നിങ്ങൾക്ക് ആദാമിൻ്റെ സ്വഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദാമിൻ്റെ ആ സ്വഭാവം കള്ളം പറയാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ചെയ്ത മനോഹരമായ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളെ വെറുപ്പുള്ളവനാക്കി തീർത്തത്, നിങ്ങളെ അസൂയുള്ളവനാക്കിയത്, കയ്പുള്ളവനാക്കി, വിചാരമുള്ളവനാക്കി. അത് എത്ര പെട്ടെന്നാണ് പറ്റിയത്? വിചാരമുള്ളവനായിരിക്കാനോ വെറുക്കാനോ വല്ലതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? കോപിക്കാനോ ആളുകളോട് ബഹളം ഉണ്ടാക്കാനോ കള്ളം പറയാനോ വഞ്ചിക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തന്നെ വരികയാണ്. പരിശുദ്ധാത്മാവിന് ഇതുപോലെ ചെയ്യാൻ കഴിയത്തില്ലേ? അവൻ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളുടെ ഉള്ളിൽ പകരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രതികരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും, സ്നേഹിക്കാൻ, നന്മ ചെയ്യാൻ, താഴ്മയോടെ ഇരിക്കാൻ, മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം നടത്താതിരിക്കാൻ. അതുപോലെ ആളുകൾ നിങ്ങളെ ശപിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കാൻ. ആദാമ്യ സ്വഭാവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ കൂടുതൽ ചെയ്യാൻ കഴിയുമോ? ഓ അല്പവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, നമുക്ക് വിശ്വസിക്കാൻ ദൈവത്തിന് അതിനേക്കാൾ വലിയൊരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ കഴിയും. നമ്മളെ നശിപ്പിക്കാൻ ആദാമ്യ സ്വഭാവത്തിന് എത്രമാത്രം കഴിഞ്ഞോ അതിനേക്കാൾ വളരെ കൂടുതൽ. യേശു വന്നത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി മാത്രമല്ല, തൻ്റെ സ്വഭാവം കൊണ്ട് നമ്മെ നിറയ്ക്കാനാണ്. യേശു ആ ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞതുപോലെ തന്നെ, ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന വെള്ളം നീ കുടിക്കുന്നെങ്കിൽ അത് പൊങ്ങി വരുന്ന ഒരു നീരുറവ് പോലെ ആയിരിക്കും. അതെപ്പോഴും പൊങ്ങി വന്നുകൊണ്ടിരിക്കും. ഒരു ബക്കറ്റിൽ കോരുന്നത് പോലല്ലത്. അങ്ങനെയല്ല, അതൊരു നീരുറവയായി പൊങ്ങി വരുന്നൊരു വെള്ളച്ചാട്ടമാണ്. ആ ഉറവ വന്നുകൊണ്ടിരിക്കും. അത് നിനക്ക് തൃപ്തി തരും. നീ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല. അത് നിന്നെ തൃപ്തിപ്പെടുത്തും. പൂർണ്ണ ജയമുള്ളൊരു ജീവിതം നിനക്കുണ്ടാവും. പരിശുദ്ധാത്മാവ് യേശുവിനെ കാണിച്ചു തരുന്നത് നമുക്ക് അവൻ നടന്ന പോലെ നടക്കാമെന്ന് മാത്രമല്ല, അവൻ തൻ്റെ ശുശ്രൂഷ എങ്ങനെ നിറവേറ്റുമെന്ന് നമ്മളെ കാണിച്ചു തരും. യേശു ദൈവഭക്തിയുള്ള ജീവിതം നടത്തുക മാത്രമല്ല ചെയ്തത്, അവൻ തൻ്റെ പിതാവിനെ ശുശ്രൂഷിച്ചു. ആ കാലത്തുണ്ടായിരുന്ന മതഭക്തിക്ക് എതിരായ ഒരു നിലപാട് അവൻ സ്വീകരിച്ചു. അതിന് തന്നെയാണ് ദൈവം CFCയെയും വിളിച്ചിരിക്കുന്നത്. ഈ കാലത്തെ മതഭക്തിക്കെതിരായിട്ടൊരു നിലപാട്. ഞാൻ ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ ഞാൻ കണ്ടു എന്താണ് യേശുവിനെ കോപിപ്പിച്ചെന്ന്. എഫേഷ്യർ 4:26 ഞാൻ വായിച്ചപ്പോൾ, കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ആ വാക്യം മനസ്സിലാക്കുന്നത്. കോപിപ്പീൻ, എന്നാൽ അത് പാപം ചെയ്യുന്ന കോപമായിരിക്കരുത്. അതിനർത്ഥം ഇതുപോലെ ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന ഇതാണ്: കോപിപ്പീൻ, എന്നാൽ അതിൽ പാപം ഉണ്ടായിരിക്കരുത്. ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ കോപം മിക്കപ്പോഴും പാപമാണ്. നിങ്ങളെ മുറിപ്പെടുത്തുമുണ്ടാകുന്ന കോപമാണ് പാപകരമായ കോപം. അവനെ അടിച്ചപ്പം അവൻ ഒരിക്കലും കോപിച്ചില്ല. അവനെ പിശാചെന്ന് വിളിച്ചപ്പോഴോ മുഖത്ത് തുപ്പിയപ്പോഴോ പലതരത്തിൽ അവനെ അവമാനിച്ചപ്പം നീ വ്യഭിചാരത്തിൽ ജനിച്ചവനാണ്, നിന്റെ പിതാവ് ആരാണെന്ന് ആർക്കും അറിയത്തില്ല, അവൻ ഒരിക്കലും കോപിച്ചില്ല. പിശാചുകളുടെ തലവനാണെന്ന് പറഞ്ഞപ്പം അവൻ ഒരിക്കലും കോപിച്ചില്ല. ആളുകൾ അവനോട് എന്ത് ചെയ്താലും അവൻ ഒരിക്കലും കോപിച്ചില്ല, തന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിനും. ഞാൻ ചിന്തിച്ചു, എങ്ങനെയാണ് പാപം ചെയ്യാതെ എനിക്ക് കോപിക്കാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞു, ശരി, യേശുവാണ് എൻ്റെ ഡിക്ഷണറി. ദൈവവചനത്തിലെ ഒരു വാക്യം എനിക്ക് എപ്പോഴെങ്കിലും മനസ്സിലായില്ലെങ്കിൽ വചനം ജഡമായി ഭൂമിയിൽ ജീവിച്ച യേശു എന്ന ഡിക്ഷണറിയിലേക്ക് ഞാൻ നോക്കും. വചനം ജഡമായ അവനാണ് എൻ്റെ ഡിക്ഷണറി. പാപം ചെയ്യാതെ അവൻ എങ്ങനെയാണ് കോപിച്ചത്? ഞാൻ കണ്ടു, യേശുവിൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം അവൻ കോപിച്ചു. പരിശുദ്ധാത്മാവ് എന്നെ അവനെ പോലെ ആക്കാൻ ആഗ്രഹിക്കുന്നു. പാപത്തെ ജയിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ ശുശ്രൂഷയിലും.
നിങ്ങളും അങ്ങനെ ആയിരിക്കണം. രണ്ടിടങ്ങളിൽ മാത്രമേ യേശു കോപിച്ചിട്ടുള്ളൂ. അതിലൊന്ന് ആളുകൾ ദൈവത്തിൻ്റെ നാമത്തിൽ പണം സമ്പാദിക്കുന്നത് കണ്ടപ്പോഴാണ്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് യേശു ഒരു പ്രാവശ്യം അത് ചെയ്തു. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് തൻ്റെ ശുശ്രൂഷയുടെ അവസാനവും അവനത് ചെയ്തു. അവനത് 2 പ്രാവശ്യം ചെയ്തു. യോഹന്നാൻ സുവിശേഷം 2-ൽ പറയുന്ന ആ ഭാഗം നമുക്ക് നോക്കാം. യോഹന്നാൻ 2:14 അവൻ ദേവാലയത്തിൽ ചെന്നപ്പം കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെ അവൻ കണ്ടു, അതുപോലെ പൊൻവാണിഭക്കാരെയും. അവിടെ അവർ അവർക്ക് വേണ്ടി തന്നെ പണം സമ്പാദിക്കുകയാണ്. ഓ, നിങ്ങൾ യാഗം കഴിക്കാൻ വന്നതാണോ? അതിനുള്ള ആടിനെ ഞങ്ങൾ തരാം. മറ്റൊരാൾ പറയും എൻ്റെ നിന്ന് വാങ്ങി, ഞാൻ നല്ല ആട് തരാം. അവൻ്റെ നിന്ന് മേടിക്കരുത്, എൻ്റേതാണ് നല്ലത്. വേറൊരാൾ പറയും അവനേക്കാൾ വില കുറച്ച് നല്ല ആടിനെ ഞാൻ തരാം. ഇത് നടക്കുന്നത് ദേവാലയത്തിനുള്ളിലാണ്. ദൈവത്തിന് യാഗം കഴിക്കാൻ വരുന്ന ആളുകളോട് ഇവർ തമ്മിൽ മത്സരിച്ച് ലാഭം ഉണ്ടാക്കുകയാണ്. ഇവിടെ യേശു ഇതൊരു മനോഹരമായ വാക്യമാണ്. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. അതവൻ മുമ്പ് കരുതിയതല്ല. അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കാണും, പോയി എവിടുന്നെങ്കിലും കുറച്ച് കയറെടുത്തുകൊണ്ട് പോവാ. ഏതെങ്കിലും തരത്തിലുള്ള കയറുകൾ. അവർ ചിന്തിച്ച് കാണും, എന്തിനാണിത്? അവർ പോയി അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറേ കയറുകളൊക്കെ സമ്പാദിച്ച് അവൻ്റെ അടുക്ക കൊണ്ടുവന്നു. അവിടെ ഇവിടെയൊക്കെ കിടന്നത്. അവൻ ആ ദേവാലയത്തിൻ്റെ മൂലയിലിരുന്ന് അത് പിരിച്ച് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. യേശു ഇരുന്ന് അത് ചുറ്റുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്നെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തീയ ലോകത്തിൽ ഇന്ന് നടക്കുന്ന വാണിഭക്കാരെ പുറത്താക്കാനായിട്ട് ഒരു പ്രസംഗം തയ്യാറാക്കുന്നത് പോലാണ്. എങ്ങനെ എനിക്കത് ചെയ്യാൻ കഴിയും? എനിക്കൊരു ചാട്ടവാർ വേണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവനാണ് എൻ്റെ മാതൃക. അവൻ അവിടെ ഇരുന്ന് സമയമെടുത്ത് ഒരു ചാട്ടവാറുണ്ടാക്കി അവരെ അടിച്ച് പുറത്താക്കാൻ. അവൻ അവിടെ ഇരുന്ന് അത് ചെയ്തു. ഇതുപോലുള്ളവർക്കെതിരെയുള്ള പ്രസംഗം അതുപോലെ ആയിരിക്കണം. 15-ാം വാക്യത്തിൽ അവൻ അവരെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി. അവൻ പറഞ്ഞു, ഇതിവിടെ ഒന്ന് കൊണ്ടുപോവുക. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ വാണിഭശാലയാക്കരുത്, പണമുണ്ടാക്കാനുള്ളൊരിടമാക്കരുത്. ഇന്ന് ഈ പിതാവിൻ്റെ ഭവനം പണമുണ്ടാക്കാനുള്ള ഇടമായിരിക്കുകയാണ്. ഈ ക്രിസ്തീയ ലോകം മുഴുവനും. ദൈവം 40 കൊല്ലം മുമ്പ് ഞങ്ങളെ അത് കാണിച്ചു തന്നു. അതുകൊണ്ട് നമ്മൾ അതിനെതിരെ നിന്നു. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് അതിനെതിരെ നിൽക്കുന്നു. യേശു വരുന്നത് വരെ അതിനെതിരെ നിൽക്കും. ബാബിലോണിൻ്റെ പ്രമാണമെന്ന് പറഞ്ഞാൽ അത് വ്യാപാരമാണ്. വെളിപാട് പുസ്തകം 18-ാം അധ്യായത്തിൽ ഈ ലോകത്തിൻ്റെ വ്യാപാരികൾ അവളെ ഓർത്ത് കരഞ്ഞു, കാരണം അവരുടെ വ്യാപാരം നഷ്ടപ്പെട്ടു. ക്രിസ്മസ് എത്ര വലിയ ബിസിനസ്സാണെന്ന് നിങ്ങൾക്കറിയാമോ? ക്രിസ്മസ് സെയിൽസിൻ്റെ മാനറൊക്കെ വെച്ച് അക്രൈസ്തവരായിട്ടുള്ള ആളുകളും വലിയ ബിസിനസ്സുകൾ നടത്തുന്നു. എല്ലാം ബിസിനസ്സാണ്, ബിസിനസ്. യേശുവിൻ്റെ പേരിൽ എല്ലാവരും പണം ഉണ്ടാക്കുന്നു. എല്ലാവരും, ക്രിസ്ത്യാനികളല്ലാത്തവരും. ഇതേക്കുറിച്ചുള്ള ഒരു തമാശ ഞാൻ കേട്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് അധ്യാപകൻ ചോദിച്ചു, ക്രിസ്മസിന് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ചില കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ റോമൻ കത്തോലിക്കരാണ്, ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന കാണും, ക്രിസ്മസ് പാട്ടുകൾ പാടും, ഞങ്ങൾ വീട്ടിൽ വന്ന് സമ്മാനങ്ങളൊക്കെ തുറന്നു നോക്കും. പ്രൊട്ടസ്റ്റൻ്റുകാരായ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടെ പള്ളിയിലെ ക്രിസ്മസിൻ്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായിട്ട് പോകും, ഞങ്ങൾക്കും സമ്മാനങ്ങൾ കിട്ടും. അതുപോലെ അവിടെ യഹൂദന്മാരായ കുഞ്ഞുങ്ങളുണ്ട്, അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ല. ഈ യഹൂദബാലൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പന് കടയുണ്ട്, സമ്മാനങ്ങൾ വിൽക്കുന്ന കടയാണത്. അവിടെ ക്രിസ്ത്യാനികൾ വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോകും. ആ സമയത്ത് ഞങ്ങളുടെ കടയിലുള്ള എല്ലാ സാധനവും വിറ്റുപോകും. അതുകൊണ്ട് ഞങ്ങൾ കൈ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ പാടും, എന്തു നല്ല സഖി യേശു. ബിസിനസ്, ബിസിനസ്, ബിസിനസ്. ഇതാണ് നമ്മുടെ ഇവിടെ തെരുവിലുള്ള അക്രൈസ്തവരായ ആളുകൾ പാടുന്നത്, എന്തു നല്ല സഖി യേശു എന്നുള്ള പാട്ടാണ്. ക്രിസ്മസിന് എന്ത് നല്ല ബിസിനസ്സാണ്. ഇതാണ് ബാബിലോൺ. ഇത് സഭയിലും നടക്കുന്നുണ്ട്. പാസ്റ്റർമാരും അതുപോലുള്ള ആളുകൾ ദൈവനാമത്തിൽ ധനികരാകുന്നു. അതുകൊണ്ടാണ് 40 കൊല്ലം മുമ്പ് നമ്മൾ ഈ തീരുമാനമെടുത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ ശക്തമായ നിലപാടുകളെടുത്തു. കാരണം യേശു ഈ കാര്യത്തിൽ കോപിഷ്ഠനാണ്. നമ്മളോട് ദൈവം അങ്ങനെ ഒരിക്കലും കോപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ഏറ്റവും ചെറിയൊരു കാര്യത്തിൽ പോലും. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഞാനും ഇയാനും ഞങ്ങളാണ് തുടങ്ങിയത്, ഞങ്ങൾ ഒരിക്കലും സഭയിൽ നിന്ന് ശമ്പളം സ്വീകരിക്കില്ലെന്ന്. 0. ഞങ്ങൾ ഒരിക്കലും ഒരു സമ്മാനം സ്വീകരിക്കില്ല. ഞങ്ങൾക്ക് വേണ്ട കാര്യം ഞങ്ങൾ തന്നെ കണ്ടെത്തും. അത് തുടങ്ങിയപ്പോൾ എനിക്കും അദ്ദേഹത്തിനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് അത്രത്തോളം ഇല്ല, എന്നാൽ ആരംഭകാലത്ത് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് എന്നേക്കാളധികം അദ്ദേഹത്തിനായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചു, ഈ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കും. അങ്ങനെ പല സ്ഥലങ്ങളിലും സഭയുണ്ടായി. അപ്പോൾ ഞങ്ങൾ അവരോടും പറഞ്ഞു,
ആ സഭകളിലെ മൂപ്പന്മാരും ഒരു പൈസ പോലും ശമ്പളമായിട്ട് ഒരിക്കലും സ്വീകരിച്ചില്ല. ആത്മീയമല്ലാത്ത ശുശ്രൂഷകൾ സഭയിലുണ്ട്. ഉദാഹരണത്തിന് ഭക്ഷണം പാകം ചെയ്യുന്നതിന് അവർക്കതിന് പ്രതിഫലം കൊടുക്കാറുണ്ട്. നമ്മുടെ ബുക്കുകൾ ശേഖരിക്കാൻ, അത് പാക്ക് ചെയ്യാനായിട്ടും ആളുകളെ സഹായം സ്വീകരിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കൊടുക്കാറുണ്ട്. എന്നാൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന മൂപ്പന്മാർക്ക് ഒരു പൈസ പോലും കൊടുക്കാറില്ല. ഇപ്പം നമുക്ക് ഏതാണ്ട് 120 മൂപ്പന്മാരുണ്ട് നമ്മുടെ 60-70 സഭയിൽ. അതിൽ ഒരാൾ പോലും അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഒരു പൈസ പോലും ശമ്പളം വാങ്ങുന്നവരല്ല. അതൊരത്ഭുതമാണ്. ഇന്ത്യയിലുള്ള ഒരു സഭയ്ക്ക് പോലും ഇപ്രകാരം അവകാശപ്പെടാൻ കഴിയുകയില്ല. മറ്റൊരു കാര്യം ഇതാണ്, നമ്മൾ തീരുമാനിച്ചു നമ്മൾ ഒരിക്കലും ഒരു സ്വോത്രകാഴ്ച എടുക്കില്ല. സ്വോത്രകാഴ്ചയ്ക്കായിട്ട് പാത്രം പാസ് ചെയ്യാറില്ല. 60-70 സഭകളിൽ 40 കൊല്ലമായിട്ട് ഒരിക്കലും സ്വോത്രകാഴ്ച എടുത്തിട്ടില്ല. നമ്മളൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നു യേശു ഒരു ഭണ്ഡാരത്തിനരികെ ഇരിക്കുന്നു, ഒരു വിധവ അതിനുള്ളിൽ പണം ഇടുന്നു. അങ്ങനെ ആയിരിക്കണം അത്. കൊടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നതിൽ കൊടുക്കാം. എനിക്കറിയില്ല ആരാ ഇടുന്നെന്ന്. എന്നാൽ എപ്പോഴും ആവശ്യത്തിനുള്ള അവിടെ ഉണ്ട്. കഴിഞ്ഞ 40 കൊല്ലവും നിങ്ങൾ കാണുന്നുണ്ട് ഈ കോൺഫറൻസിൽ ഒരു പണവും ആകാതെ എല്ലാം ചെയ്യുന്നു. അതുപോലെ ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യവും നമ്മൾ സൗജന്യമായി കൊടുക്കുന്നു. നമുക്ക് സൗജന്യമായി ലഭിച്ചു, നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നു. നമ്മളതിൽ ലുബ്ധന്മാരല്ല. ദൈവം നമുക്ക് തരുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരിക്കൽ ഏതാണ്ട് 5000 പേര് ഒരു സ്ഥലത്തുണ്ടായിരുന്നപ്പം ശിഷ്യന്മാരിരുന്ന് കണക്ക് കൂട്ടാൻ തുടങ്ങി. ഈ 5000 പേർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ എത്ര പണം വേണം? ഇതുപോലൊരു കോൺഫറൻസിൽ യേശു പറഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കാം. അതാണ് നമ്മളും അനുഗമിക്കാനായിട്ട് തീരുമാനിച്ചത്. നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കും, ദൈവം അത് കരുതിക്കോളും. ആ നാളുകളിൽ അപ്പമാണ് വർദ്ധിപ്പിച്ചെങ്കിൽ ഈ നാളുകളിൽ പണം ദൈവം തരും. എല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണവും അക്കോമഡേഷനും എല്ലാം ദൈവം ചെയ്യും. അതേ ദൈവം തന്നെയാണ് ഇന്നും. ഈ 2000 കൊല്ലത്തിന് ശേഷം അവനൊരു വ്യത്യാസം വന്നിട്ടില്ല. ഈ ദരിദ്ര രാജ്യമായ ഇന്ത്യയിലും അത് സത്യമാണെന്ന് തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റിയും ഇല്ല. ആളുകൾ എല്ലാത്തിനും പണം കൊടുക്കണം. ദരിദ്രരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, ദൈവം ഇന്നും സർവ്വശക്തനാണെന്ന് നമ്മൾ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. ആരോടും പണം ചോദിക്കാതെ നമ്മുടെ സഭാ ഹോളുകൾ നമ്മൾ പണിയുന്നു. അനേക സഭാ ഹോളുകൾ പണിയാനായിട്ട് നമ്മൾ ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ടിട്ടില്ല. കാരണം നമുക്ക് പല സ്ഥലത്തും വാടകയ്ക്ക് കെട്ടിടങ്ങൾ കിട്ടാറില്ല. കാരണം അക്രൈസ്തവരായുള്ള ആളുകൾ അവരുടെ സ്ഥലത്തൊരു ക്രിസ്തീയ കൂട്ടായ്മ നടത്താനായിട്ട് അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിന് നിർബന്ധിക്കപ്പെടുന്നു. ദൈവം അതിനു വേണ്ടി കാര്യങ്ങൾ കരുതുന്നു. നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ ആർക്കും റിപ്പോർട്ടുകൾ അയക്കാറില്ല. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് നമ്മുടെ ശുശ്രൂഷയെ പറ്റി ഒരാൾക്കും നമ്മൾ ഒരു റിപ്പോർട്ട് വായിച്ചിട്ടില്ല. എന്താണ് നമ്മൾ ചെയ്യുന്നത് ആർക്കും അറിയില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മുടെ കൂട്ടുമൂപ്പന്മാർക്ക് ഒഴികെ ആർക്കും അറിയില്ല. നിങ്ങൾ CFCയുടെ വെബ്സൈറ്റിലേക്ക് പോയാൽ നിങ്ങൾ ചിന്തിക്കും CMC ബാംഗ്ലൂർ ഒരു സഭയെ നമുക്കുള്ളൂ എന്ന്. മറ്റെവിടെയൊക്കെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ലത്. നിങ്ങൾ പോയി വെബ്സൈറ്റ് നോക്കൂ. എന്താണ് സംഭവിക്കുന്നത്, സാക് ബ്രദർ എവിടെയൊക്കെയാണ് പോകുന്നത്, നിങ്ങൾ വെബ്സൈറ്റ് നോക്കി അവിടെ ഒന്നും പറയുന്നില്ല. ഇന്ന് ലൈവ് സ്ട്രീമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ആളുകൾക്ക് അറിയാമായിരിക്കും. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റും ചെയ്യുന്നില്ല. ഈ വർഷങ്ങളിലെല്ലാം ആരോടും പണം ചോദിച്ചുകൊണ്ട് നമ്മൾ ലെറ്റർ ഒരിക്കൽ പോലും അയച്ചിട്ടില്ല. പണത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായ നിലപാടുകൾ നമ്മൾ എടുത്തിരിക്കുന്നതിന് കാരണം യേശു പറഞ്ഞു, എൻ്റെ ആലയം വ്യാപാരം ചെയ്യാനോ പണം ഉണ്ടാക്കാനോ ഉള്ളൊരു സ്ഥലമല്ല. വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യുവാൻ ചിലവായ പണം മാത്രമേ വിലയായിട്ടിടുന്നുള്ളൂ. അതിൻ്റെ പേപ്പറിൻ്റെയും മഷിയുടെയും വില, അതിൻ്റെ ഉള്ളടക്കത്തിനല്ല വിലയിടുന്നത്. അത് സൗജന്യമാണ്. എല്ലാ ഇൻ്റർനെറ്റിൽ സൗജന്യമാണ്. ഒരു ക്രിസ്തീയ പ്രസാധകനും അവരുടെ ബുക്കുകൾ ഒരിക്കലും ഇൻ്റർനെറ്റിൽ സൗജന്യമായിട്ട് കൊടുക്കുകയില്ല. നിങ്ങൾക്കറിയാമോ? കാരണം ഇൻ്റർനെറ്റിലിട്ട ആളുകൾ അത് മേടിക്കുകയില്ല. നമ്മുടെ ബുക്കുകൾ ആരെങ്കിലും മേടിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പേടിയില്ല. നമ്മുടെ ആഗ്രഹം ദൈവവചനം ലോകത്തിൽ പ്രചരിക്കണമെന്ന് മാത്രമാണ്.